ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோல எதை பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம எக்கோ மூவி சீன் 5 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போறோம். இதுக்கு முன்னாடி சீன் 4 வரைக்கும் ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பக்கத்துங்க போய் கண்டிப்பா செக் பண்ணி பாருங்க. சீன் 4 வரைக்கும் வந்து இந்த குறியச்சன் வந்து சொல்லிக்கிட்டே இருப்பாங்க அடிக்கடி. அந்த குறியச்சன் யாருன்னு தான் சொல்லிட்டு தெரியல. ஐ திங்க் வந்து அந்த வினித் கூட ஒருத்தர் வந்து போனாரு. அந்த மலாத்திக்காரிய வந்து கூட்டிட்டு போயிருப்பான்னு சொல்லிட்டு நினைக்கிறேன். அவங்களா தான் இருக்கும். அவங்க தான் அந்த பாட்டின்னு சொல்லிட்டு நினைக்கிறேன். அ அவங்க தான் இருக்கும். அந்த குறிவச்சன்னு சொல்லிட்டு என்னோட கெஸ்ஸிங்கா இருக்கு. உங்களுக்கு தெரிஞ்சா கீழ கமெண்ட் பாக்ஸ்ல வந்து கமெண்ட் பண்ணுங்க. இப்ப அவங்க 2 பேரும் இவரு வினித் வந்து கொல்ல தான் அவரு வந்து ஹீரோ வந்து போனாரு. ஏதோ எக்ஸ்பிளைன் வந்து பண்ணிட்டு இருக்காரு. சரியா எனக்கு வந்து விளங்கல என்ன சொல்றாருன்னு. இப்ப சீன் 5ல என்னன்னு சொல்லிட்டு பார்ப்போம். குறிவச்சன தான் வந்து காமிச்சு இது பண்ணுவாங்களா அப்படின்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம். தயவு செய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். നീ ഞാൻ കൊണ്ടുവന്ന പട്ടിയെ കണ്ടില്ലേ? തൊട്ടാ പൊള്ളാനും മാത്രം ഹീറ്റിലുള്ളതാ. ഇവിടെ കെട്ടിയിട്ട് ഇത്രയും ദിവസം മണപ്പിക്കാൻ പോലും ഒരു വായ നോക്കി പട്ടി ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഏത് പട്ടിക്കും താമസിക്കുന്നതിന് ഒരു കാലപരിധി ഉണ്ടല്ലോ. ആ പരിധിക്ക് അപ്പുറവും ഇവിടുത്തെ നായ്ക്കൾ അടുക്കുന്നില്ലെങ്കിൽ പടി തെറ്റാണ്ട് പിടിച്ചു നിർത്താൻ ഇപ്പോഴും ഒരു മാസ്റ്ററുടെ കമാൻഡ് ഉണ്ടല്ലോ. അത് തന്നെയാ കുര്യസിന് ഇവിടെ ഉണ്ടാവുന്നുള്ളതിന് തെളിവ്. ഒരു 1500 ഏക്കർ എസ്റ്റേറ്റ്. അവിടെ പട്ടികളുടെ ഒരു അടിമപ്പെട്ടാവും. നടുക്ക് പട്ടാള മേധാവിയെ പോലെ അങ്ങേരും. കഞ്ചാവ് മൂത്ത് കഴിയുമ്പോഴുള്ള കുര്യസിന്റെ ഡ്രീമാ. ലക്ഷണം കണ്ടിട്ട് അയാൾ ഏതാണ്ടൊന്ന് സാധിച്ചെടുത്ത പോലെ ഉണ്ട്. ഈ മലയുടെ അപ്പുറം ആൾ താമസമുള്ള സ്ഥലമല്ലേ? മലയുടെ പാതിക്ക് വെച്ച് തന്നെ ബ്രഹ്മഗിരി റിസർവ് ഫോറസ്റ്റ് തുടങ്ങും. പിന്നെ അങ്ങോട്ട് കർണാടക ആൾ താമസമൊന്നുമില്ല. മാത്രല്ലേ ഏത് മലയുടെ ഏത് മൂലാന്ന് വെച്ച് കയറി തപ്പാനാ? മൊത്തം മലകളും മൂലകളും അല്ലേ. മണ്ടേ താമസിക്കുന്ന ആ മലാത്തി പെണ്ണുമ്പിള്ളി അച്ചായനടക്കം വന്ന് കാണാറുണ്ടെന്നാ എന്റെ വിശ്വാസം. പക്ഷെ അവിടെ ചെന്ന് പോക്കാൻ നമുക്കാവില്ല. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് നായ്ക്കൾ അച്ചായന് വിവരം കൊടുക്കും. അയാള് വീണ്ടും വിളിക്കും. കുര്യച്ചനെ ഒറ്റയ്ക്ക് വീഴ്ത്താൻ പറ്റുന്ന നീ കരുതണ്ട. പക്ഷെ ഒരുമിച്ച് നിന്നാ ചിലപ്പോ നടക്കും. നമ്മള് തമ്മിലുള്ളത് അത് കഴിഞ്ഞിട്ടാവുന്നല്ലേ നല്ലത്. போச்சு போச்சு போச்சு. ஓ ஓ ஐயோ போச்சு. எதுக்கு வந்து சம்மந்தம் இல்லாம தள்ளி விட்டுச்சு?
ഇതന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പാപ്പച്ചൻ ഈ സിനിമ കണ്ടതാണ്? ഇത് മറ്റേ പേൾവി കേസിന്റെ കഥയല്ലേ? ക്ലാസ് പടാ. സാറ് കൊച്ചി പോയേക്കായിരുന്നു ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞു. ആ, കുറച്ച് പോലീസ് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഈ പിയൂസിനെ പറ്റി പാപ്പച്ചൻ എന്താ തോന്നി? എന്ത്? അവൻ ഇവിടെ സാലറി വരുന്ന മണി ഓർഡർ അപ്പൊ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ രണ്ടുപേര് കഴിക്കാറുണ്ട്. ഒന്ന് വീട്ടു ജോലിക്കാരനെ ഏർപ്പാടാക്കാൻ ലാത്തി ചേച്ചിയുടെ മകനെ ഏൽപ്പിച്ച ഒരു ഉണ്ണിക്ക്, രണ്ട് ഉണ്ണി ഏർപ്പാടാക്കിയ പിയൂസിന്റെ വീട്ട് അഡ്രസ്സിലേക്ക്. ആ പിയൂസ് പക്ഷേ നമ്മുടെ പിയൂസ് അല്ല. ഒറിജിനൽ പിയൂസിനും ഉണ്ണിക്കും മാസാമാസം കമ്മീഷൻ കൊടുത്തിട്ടാ നമ്മുടെ പിയൂസ് ഇവിടെ പാരം വന്ന് നിൽക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞ പത്തനംതിട്ട കഥകളൊക്കെ കള്ളം. പോയി ഈ പേൾവ്യൂ കേസിന്റെ വിചാരണ ടൈമിൽ മുങ്ങിയ ഒരു 4ാം പ്രതി ഉണ്ടായിരുന്നു, മണികണ്ഠൻ. കഥ സിനിമയാക്കിയ പ്രൊഡ്യൂസർമാരെ ചെന്ന് കണ്ട് ലൈഫ് റൈറ്റ്സും പ്രോഫിറ്റ് ഷെയറും ചോദിച്ച മുതല. കേട്ടത് വെച്ച് നമ്മുടെ ഈ പിയൂസിന്റെ സെയിം സൈസ് ആൻഡ് ഫിഗർ. ഉറപ്പിക്കാൻ ഫോട്ടോസും സ്കെച്ചസും ഒന്നുമില്ല. വെരിഫൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് അപ്പൂട്ടിയും തുടങ്ങാം. ഇവിടെ പിയൂസിന് കൂടുതൽ കണക്ഷൻ അയാളുമായിട്ടാ. ஐ திங்க் பார்ட்டியா தான் இருக்கும். எதையாவது குட்டிகளாட்டா பண்ணுவாங்கன்னு நினைக்கிறேன். எறும்புக்கு பால் கொடுக்கும் இப்படி ஒரு பாட்டியா? എടുത്തിട്ട് പോയെങ്ങോ അതാ പറഞ്ഞ് കളിച്ചു നിൽക്കാണ്ട് വേഗം വന്ന പണിയും തീർത്തിട്ട് ഇവിടുന്ന് പോണം. തീർക്ക് ആര് പറഞ്ഞു തീർക്കണ്ടെന്ന്? എടാ നീ ആ അമ്മച്ചീനെ കുറച്ചു ദിവസം അവിടെ നിന്ന് മാറ്റി തരണം. എങ്ങനെ മാറ്റാനാ? കഞ്ഞിയിലും എല്ലാം കലക്കി കൊടുത്ത് വയറിളക്ക്. അതും പറഞ്ഞ് ജനലാശത്തിൽ അഡ്മിറ്റ് ചെയ്യാം. പച്ച വെള്ളം കിട്ടിയാൽ പോലും കണ്ട ഉറുമ്പിനും പാറ്റയ്ക്കും കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാ വെള്ളം കുടി. അല്ല ഇപ്പൊ മാറ്റാൻ പറ്റിയ തന്നെ എന്നാ ചെയ്യാനാ? എടാ ഞങ്ങൾക്ക് വീടും പരിസരവും നോക്കണം. അവിടെ ഒന്നും ഇല്ല ഏട്ടാ. വീട്ടിലെന്തായാലും ഇല്ല. പിന്നെ ആ മൊനമ്പേര് താഴെയുള്ള സ്ഥലമൊക്കെ ഞാൻ പല ദിവസങ്ങളായിട്ട് ഇറങ്ങി നോക്കിയത്. ഞാൻ ഈ 4-5 മാസം തരാത്ത സ്ഥലമില്ല. രജിസ്റ്റർ വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. മോഹൻ പോത്തിന് ഒരു ദിവസം തങ്ങിയിരുന്നു. കുറെ വേറൊരു പയ്യനും വന്ന് റൂം എടുത്തിരുന്നു. പോത്തിന് 203, ഈ പയ്യൻ 208. പയ്യന്റെ ലുക്ക് പറഞ്ഞു കേട്ടിട്ട് പിയൂസുമായിട്ട് സാമ്യമാണ്. അവനെന്നാ റൂം വെക്കേറ്റ് ചെയ്തു. അപ്പൂട്ടി പോത്തിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയ ദിവസം തന്നെ. ചേട്ടായി 63-71 ഒരു ചീനും ഇല്ലായിരുന്നോ? 63-71 ആ ഉടുപ്പിലോ ചേർത്തെന്ന് പറഞ്ഞേ? അതന്നെ ഉഗ്രണ്ണർ ലോറി. അല്ല ക്ലീനർ പയ്യന് ഓർമ്മയില്ലേ? ചെമ്പം മുടിയൊക്കെ ആയിട്ട് ചീനു. അവന്റെ മാമ പണ്ടങ്ങാണ്ട് ബ്രഹ്മഗിരി ഫോറസ്റ്റ് വാച്ചറായിരുന്നു. റെയ്ഡ് വരുമ്പം കഞ്ചാവ് കൃഷിക്കാർ അവിടെ ഒരു മലയുടെ പുത്തിൽ സ്റ്റോക്ക് കൊണ്ട് ഒളിപ്പിക്കുന്ന അവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ബോർഡറിന് ഇപ്പുറം എന്ന് പറയുമ്പോ കേരളമായി. ഇത് 10-30 കൊല്ലം മുമ്പാ. ബ്രഹ്മഗിരി റിസർവിൽ ഇപ്പഴാ ഭാഗത്ത് ആളൊന്നുമില്ല. നീ മല വല്ലതും ആണോ? ഗുഹകളുണ്ടെന്ന് മുഖം പൊത്തം പറഞ്ഞ ആ മല? അവിടെ മൊത്തം മലകളല്ലടാ, അതിലേതെന്ന് വെച്ചിട്ടാ. ഒരുപാട് അപ്പുറത്തുള്ള മല ഇരുന്നുകൊണ്ട് ഈ കുന്നിലെ പട്ടികളെ നിയന്ത്രിക്കാൻ കുര്യച്ചൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് കൊക്കമലയ്ക്ക് അപ്പുറമുള്ള കിട്ടേക്കാം. എന്നാലും കിടക്കല്ലേ 5-6 മലകള്. ഈ പറഞ്ഞ മലയുടെ ഉച്ചിയിലെ ഇരുമ്പം പുളിയുടെ ഷേപ്പിൽ മുട്ട പാറയുണ്ട്. ചീനി പറഞ്ഞുള്ള ഓർമ്മയാണ്. എന്നാ പിന്നെ ഒന്ന് പോയി നോക്കല്ലേ. ഒരു കാര്യം ചെയ്യും, നിങ്ങള് വണ്ടി കൊണ്ട് നാട്ടിലിട്ടിട്ട് ബസ് തരുക. അല്ല നിങ്ങളിവിടെ ഉണ്ടെന്നുള്ള സൂചന ഒഴിവാക്കുന്ന തന്നെയാണ്. നമ്മൾ അതിനിവിടെ ഇല്ല സുമ, പറഞ്ഞാലും കാര്യമുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട പട്ടികളുടെ കാര്യം. ഒരുപാട് മൂളി പോവാതെ മടക്കവാറുടെ വശത്തോടെ നമുക്ക് താഴോട്ടിറങ്ങാം. കാരണം കുന്നു കയറുന്നോറും പട്ടികളുടെ ടെറിട്ടറി പോലെ.
നോനെ ഒറ്റവൾക്ക് എന്തെങ്കിലും പൊന്തയോട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കടത്തിവിടാൻ സമ്മതിക്കത്തില്ല. ആ അതിനുള്ള ആളോട് ഉണ്ടല്ലോ ചോദിച്ചാ ഇല്ല ഏട്ടാ. അന്ന് കൊന്നുവരെ ഇപ്പൊ പിടിയിട്ട് കാണുമല്ലോ. നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാനായിരുന്നു? ഇപ്പൊ സമ്മതിച്ചില്ലേ അപ്പൊ മനസ്സിലായി. എന്നാ കുട്ടി PSC അപേക്ഷയാണോ? PSC ഈ പ്രായത്തിൽ എന്നാ പരിപാടി? എന്നാ പരിപാടി? നാട്ടിലേക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അതിന് ഈ ബോർഡർ കിടന്ന് കർണാടകത്തിൽ വന്ന് പോസ്റ്റ് ചെയ്യണോ? ഇനി ഇൻട്രസ്റ്റേറ്റ് മെയിലിന്റെ കൂടെ കുത്തി മറിഞ്ഞിട്ടൊക്കെ വേണ്ടേ സാധനം തിരിച്ച് കേരളത്തിലെത്താൻ? അല്ല ഞാൻ ഇതിനായിട്ട് വന്നതല്ല. ഇവിടെ അടുത്തൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഓ, അപ്പൊ പെട്ടെന്ന് ഓർത്തപ്പോ കൂട്ടത്തിലങ്ങ് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ലെറ്ററും താൻ വരുന്ന വഴി പെട്ടെന്ന് ജീപ്പിലിരുന്ന് എഴുതിയതായിരിക്കും അല്ലേ? 12:30. എന്താ സംഭവം? അതന്നെ 12. போஸ்ட் எடுக்கிறது நினைச்சேன். സാജൻ പോൾ സോയി ജോസൂട്ടി ഒളിവിൽ പോകുന്നതിന് മുമ്പ് കുര്യച്ചൻ തന്നെ എഴുതി ഏൽപ്പിച്ചതാ. നെറ്റ് നീളമാണെങ്കിൽ കുറച്ച് മാസം ഇടവിട്ട് പോസ്റ്റ് ചെയ്യും. ഈ ലാസ്റ്റ് പോയ പോക്കൽ എഴുതി ഏൽപ്പിച്ചാണോ ഇത്രേ? അല്ല, കുറെ മുമ്പേ തൊട്ടുള്ളതുണ്ട്. കുര്യച്ചന്റെ പണ്ട് പോലെയുള്ള രീതിയാ. ചേട്ടത്തിക്ക് മാത്രമല്ല, ഇതുപോലെ പലർക്കും വായിക്കാനുള്ളതുണ്ട്. മഹാഭാവി നീയൊക്കെ കാരണം ആള് ചത്തോ ഇല്ലയോ എന്ന് പോലും ഉറപ്പിക്കാൻ വയ്യല്ലോടൂ. ഇനിയെങ്കിലും പറ കുട്ടി, എവിടെ ഉണ്ടായത്? എനിക്കറിയില്ല. തിരിച്ചു കളിച്ച് തോളി കഴിച്ചാലും ആവശ്യത്തിന് പറ്റിച്ചിട്ടുണ്ട്. ഈ തണ്ടശാല കൂടി എനിക്ക് വേണ്ട. എനിക്കറിയില്ല. അപ്പടി കുളിച്ചല്ലോ അപ്പൂട്ടി. ഒന്ന് വിരട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പയ്യനകളെ കുത്തുന്ന ഞാൻ വിചാരിച്ചു. കയ്യിന്ന് പോയതായിരിക്കും. ഒരു കണക്കിന് ബോഡി ഗാർഡ് പോലെ ഇങ്ങനെ ഒരുത്തം കൂടെ ഉള്ളതും കുര്യച്ചന് നല്ലതല്ലേ? എന്നാലും ഇത്തിരി തണുപ്പിച്ചു കൊടുക്കാനുണ്ടാവില്ല. എവിടുന്നാ ഒരു വേള കുരിയച്ചനോ? കേസനെ ഇപ്പൊ എന്റെ പിടലിക്ക് തന്നെ ഇരിക്കും. DYSP അടിച്ചാൽ നടക്കത്തില്ലേ? ഈ കാര്യത്തിൽ എനിക്ക് വേണ്ടി ആരും ഒന്നും വിചാരിക്കുന്നു. അവർക്കാർക്കും സ്റ്റേക്ക് ഇല്ലാത്ത ഇടവേണം. പിന്നെ അത് മാത്രമല്ല, ഒത്തുകിട്ടിയ പണിയാൻ നിൽക്കുന്ന കുറെ ഉണ്ട് സുഹൃത്തുക്കളെ തന്നെ. ആ അത് പറഞ്ഞപ്പോഴാ നിനക്ക് അങ്ങനെ വല്ല തോന്നലുണ്ടോടാ? എനിക്കോ? ആ ഇല്ലെങ്കിൽ നിനക്കുള്ള. നീ ഇപ്പൊ എങ്ങനാ തിരുവല്ലക്ക് പോകാനാണോ? അല്ലല്ല, അവിടെയൊക്കെ നാറികളും നടത്തിയത്. പോലീസോ അതോ മറ്റേ പാർട്ടിയോ? എല്ലാം നാറികളല്ലേ. ആ എങ്കിൽ പിന്നെ പണ്ടത്തെ ഫോറസ്റ്റ് ഓഫീസറുടെ കേസ് ഉണ്ടായപ്പോ തങ്ങിയ വനവാസ സെറ്റപ്പിലോട്ട്. നിനക്ക് സ്ഥലം എവിടെയാണെന്ന് അറിയാം? ഇല്ല, കുര്യച്ചൻ പറഞ്ഞിട്ടില്ല. ആ അറിയണ്ട. വിശ്വാസക്കുറവുണ്ടായിട്ടില്ല. പറയിപ്പിക്കാൻ വരുന്നേ ചിലപ്പോ ഒരു മയിലാണ്ടായിരിക്കും പെരുമാറുക. எவ்வளவு கஷ்டம் எல்லாம் போய் ஷூட்டிங் எடுக்க. വീട്ടിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് രാത്രി തന്നെ വിട്ടു. തോവാൽപ്പട്ടി വരെ ഞാൻ തന്നെ കൊണ്ടാക്കിയത്. പിന്നെ അങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പിന്നീട് തമ്മിൽ കണ്ടിട്ടില്ല. ഏതാ കുര്യച്ചൻ പറഞ്ഞ പയ്യൻ? അറിയില്ല. മണികണ്ഠൻ എന്നാണോ പേര്? കുര്യച്ചൻ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പയ്യൻ പയ്യെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അടുത്ത കൈയാണെന്ന് മാത്രം അറിയാം. அவளா இருக்குமோ?
ஹீரோவா இருக்குமோ? ஓ! எதுக்கு இப்ப கத்துறீங்க? ഇവര് വിടുന്നില്ല കിടത്തി. ம். പോരെ. ആ, അയ്യോ. ഐ സ്ലിപ്പായി പോയി. തലയിലെങ്ങനെ വീണത്? സോറി ഏട്ടാ. സാറ് പോലീസിന്നാ? കുര്യച്ചന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ സാറാ. അവനെന്തേ പിയൂസ്? നാട്ടിൽ പോയി. നാട്ടിൽ പോയി? ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് ഈ മോഹൻ ബോത്തിനെ പരിചയമുണ്ടോ? ഉം. ഇവിടെ വരാറുണ്ടോ? ഒരിക്കൽ വന്നിട്ടുണ്ട്. എപ്പോ? 5-6 കൊല്ലമായി. അതിനുശേഷം കണ്ടിട്ടില്ല. ഇല്ല. നിങ്ങളുടെ ഈ കാട്ടൂന്നിന്റെ പരിസരത്തുനിന്നാ അയാൾ കൊക്കയിൽ വീണ് മരിച്ചത് 8 മാസം മുമ്പ്. അറിയാം. ഈ കാര്യം പോലീസുകാര് ആ സമയത്ത് കുറെ ചോദിച്ചതാ. ഞാൻ കണ്ടിട്ടില്ല. ഈ നായകളെ ബ്രീഡ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആരെങ്കിലും മെനക്കെട്ട് വന്ന് താമസിക്കുമോ? ആ, അവരുടെ കാര്യങ്ങളൊക്കെ ഓരോ രീതിയല്ലേ. നേരാ. ഈ കുര്യച്ചൻ തന്നെ എന്തെല്ലാം സർക്കസ് കാണിച്ചേക്കും. പോത്തനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നാണല്ലോ കേട്ടത്. എന്താ അവര് തമ്മിൽ ഇത്രയ്ക്കൊരു കണക്ഷൻ? അതൊന്നും പറയാറില്ല. ഇനിയിപ്പോ പറഞ്ഞാൽ തന്നെ അതൊന്നും എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും ആയിരിക്കത്തില്ല. ഗ്രാജുവലി അവര് തമ്മിൽ എത്ര രസത്തിലല്ലാണ്ടായി. ഉം. എന്തു പറ്റിയതാന്ന്? എന്തോ ഒരു പോലീസ് കേസാണെന്ന് മാത്രം അറിയാം. ഞാൻ കേട്ടത് കുര്യച്ചൻ പോത്തനെ പിടുത്തിയേറെ കേസാണ്. ആയിരിക്കാം. എന്ന് വെച്ചാ കുര്യച്ചൻ പോത്തനെ ചതിച്ചിട്ടുണ്ടാവുന്ന ചേട്ടത് കരുതുന്നുണ്ടോ? ജയിലിൽ പോയത് മോഹൻ പോത്തന എന്ന് വെച്ചാൽ ആരാരെയാ ചതിച്ചൊന്നൊന്നും പറയാൻ കഴിയില്ല.